ഇന്നത്തെ കലോത്സവത്തിനെ പറ്റി നമുക്ക് 64ാം കലോത്സവത്തെ പറ്റി 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ പറ്റി രണ്ട് ലൈൻ മതി. അതെ, ഒരു പവർഫുൾ ക്രൂശിക്കുവാണല്ലോ ഇവമാരൊക്കെ. ഞാൻ ബിഗ് ബോസിൽ പോലും ഇങ്ങനെ നിന്നിട്ടില്ല. ഞങ്ങള് ടഫാണ്. യെസ്, അനീഷ് ഒരു പ്രസംഗം പറയൂ. ജസ്റ്റ് നമ്പർ 16 ഓൺ ദ സ്റ്റേജ്. അനീഷ് താങ്കൾ തയ്യാറാണോ? വിഷയം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് റിപ്പോർട്ട് ചെയ്യാം. അല്ല, അതല്ലേ നല്ലത്? അത് തന്നെയാ നല്ലത്. അതെ, ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. രണ്ടുപേര് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂര് അതിവർണ്ണാഭമായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഈ സ്കൂൾ കലോത്സവം അതിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആരോടെങ്കിലും നമുക്ക് ഈ സ്കൂൾ കലോത്സവത്തിന്റെ പൾസ് അറിയാനായിട്ട് ചോദിക്കാം, അല്ലെ? ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, ആ ചേട്ടനോട് ചോദിക്കാം. ചേട്ടന്റെ പേര്? സുരേഷ്. സുരേഷ് ഏട്ടനാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സുരേഷ് ഏട്ടൻ എവിടെന്നാണ് വരുന്നതെന്ന് നമുക്ക് ചോദിക്കാം. സുരേഷ് ഏട്ടൻ എവിടെന്നാ വരുന്നത്? തൃശ്ശൂർ ജില്ല തന്നെ. ഇപ്പോ വനിതാ കോളേജിൽ വർക്ക് ചെയ്യുന്നു. കണ്ടോ, തൃശ്ശൂർക്കാരൻ തന്നെയാണ്. ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. അതെ, ശക്തന്റെ മണ്ണിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച ആളും തൃശ്ശൂർക്കാരൻ തന്നെയാണ്.